നെഗറ്റീവ് റോൾസ് ആണ് കൂടുതലും എടുക്കുന്നത്. എന്താണത്? സ്വന്തം സ്വഭാവം, അഭിനയത്തിലെ സ്വഭാവം. അതാ എനിക്കിപ്പോ നെഗറ്റീവ് ക്യാരക്ടർ കിട്ടുന്നത്. പക്ഷെ ഞാൻ ആ ടൈം തന്നെ പോസിറ്റീവ് നോക്കാറുണ്ട്. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ സ്യൂട്ട് നെഗറ്റീവ് ആണെന്ന് എല്ലാവരും പറയലുണ്ട്. എന്നാ കടിച്ച ദേഷ്യം നാട്ടുകാർക്ക്. ഇപ്പൊ നമുക്കുള്ളിൽ ഭയങ്കര സാധനം. പൊതുവെ ദേഷ്യമുള്ള പ്രകൃതമാണോ? പെട്ടെന്ന് ദേഷ്യം എനിക്ക് വരും. പക്ഷേ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതുവരെ അത് എടുത്തിട്ടില്ല അല്ലേ? എടുക്കൂല. കാരണം വാവച്ചിക്ക് എന്നെ അറിയാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന വെച്ചാല് വാവച്ചിന്റെ കാര്യത്തിലോ വീട്ടിലെ കാര്യങ്ങൾക്കോ ദേഷ്യം വരത്തില്ല. എന്തെങ്കിലും ഷൂട്ടിങ്ങിന്റെ കണ്ടത് എവിടെ വെച്ചു, ഇവിടെ പോയി എന്നൊരു ചിന്ത നല്ല അങ്ങനെയുള്ള ആവശ്യങ്ങളെന്നല്ലാതെ വാവച്ചിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഉണ്ടോ? അപ്പൊ പിന്നൊരു കാര്യമുണ്ട്, ക്ഷമയുടെ നിറകൂടം എന്റെ വാവച്ചി. വളരെ ക്ഷമയാ. ഒരു ഫോട്ടോ തരുമോ? ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് ഈ ക്ഷമയുടെ നിറകൂടത്തിന്. അല്ല, അങ്ങനെ നിറകൂടമോ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. കാരണം എനിക്ക് എന്റെ വീട്ടിലെ ചെറിയ ദേഷ്യം എനിക്കത് വലുതായിട്ട് തോന്നും. പക്ഷെ വാവച്ചിന്റെ മുന്നിൽ അത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോളും അത് അവിടെ കാണും, മോളും എന്നേ പറയൂ, അതവിടെ കാണും എന്ന് പറയില്ല. വേറൊരു കാര്യം ചോദിട്ടെ, വളരെ കോസ്റ്റ്യൂം സെൻസ് ഉള്ള ഒരു കുട്ടിയാണ് സജിത. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും കളർ കോമ്പിനേഷനൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അല്ലേ? അങ്ങനെ ഒരു ടേസ്റ്റ് ഇദ്ദേഹത്തിന്. ചുമ്മാ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തി തള്ളണ്ട കേട്ടോ. കുറച്ചൊക്കെ ഉദ്ദേശം മനസ്സിലായില്ല. എന്താ ഉദ്ദേശം? അതേ ടേസ്റ്റ് ഇദ്ദേഹത്തിനും ഉണ്ടോന്ന്. ഈ പറയുന്ന കോസ്റ്റ്യൂം സെൻസും ഡ്രസ്സിംഗ് സെൻസും ഒക്കെ അദ്ദേഹത്തിനും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരുപാടുണ്ട്, എന്നേക്കാൾ കൂടുതലാ. പിന്നെയും ഞാൻ അയൺ ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ടൊക്കെ പോവും. അപ്പൊ ഇങ്ങ് വാ മോള്, ഞാൻ അയൺ ചെയ്യാം. വേണ്ട, ഷൂട്ടിംഗ് അല്ലല്ലോ, നമ്മൾ അപ്പുറം പോവല്ലേ എന്ന് പറയും ഞാൻ. അപ്പൊ എന്നോട് പറയും, എന്നെ പറയിപ്പിക്കാൻ തന്നെ, അതിങ്ങ് കൊണ്ടുവന്ന് ഞാൻ അയൺ ചെയ്തു തരാം. കാരണം അവരൊക്കെ നാട്ടിലെ ഹസ്ബൻഡിന് വൈഫാണ് അയൺ ചെയ്തെല്ലാം കൊടുക്കുന്നത്. എനിക്ക് അയൺ ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ നിൽക്കും, ഉമ്മ ഇതെങ്ങനെയാ? വേണ്ട, അവിടെ വെച്ച് ഞാൻ ചെയ്തു തരാന്ന് പറയും. അന്ന് ഇന്നാ. പക്ഷെ നല്ല, എനിക്ക് തോന്നുന്നു വളരെ ആഡംബരമായിട്ട് ഡ്രസ് ചെയ്യാൻ ഇഷ്ടല്ലേ? അല്ലേ? അതൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ ഇനി? അല്ല, വാങ്ങിച്ചിട്ടുണ്ട്. 2 മാസത്തേക്കല്ല, എപ്പോഴും വാങ്ങിച്ചു ഉറപ്പിച്ച് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കും. അങ്ങ് മറച്ചു വെച്ചിട്ട് പറ, മറക്കണ്ട. അതില്ലേ പിന്നെ വാങ്ങിച്ചു പിന്നെ വിഷമായി. കല്യാണം കുറച്ചുനാള് കൂടെ ഇങ്ങനെ ലോകമേ സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പോണ്ടേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊന്നും നിർബന്ധിക്കില്ല. എന്നോട് പറയാം, ആ നല്ല ഭംഗിയുണ്ട് വാങ്ങണ്ട, ആശ വാങ്ങും, പിന്നെ വാങ്ങിക്കാം. പിന്നെ അവിടെ വരുമ്പോൾ അത് കാണൂല. അപ്പോഴേ പറഞ്ഞല്ലേ വാങ്ങാൻ. ഞാൻ സാരില്ല, നമുക്ക് അങ്ങനെ ഇന്ന സാധനം വേണം എന്ന് നിർബന്ധം അതിന്റെ വീട്ടിലും ഇല്ല. ഇപ്പൊ ഒരു ട്രെൻഡ് എടുത്താലും അതെനിക്ക് വേണം, അല്ലെങ്കിൽ അത് നാളെ പോവും, എനിക്ക് നിർബന്ധം അത് കിട്ടിയേ പറ്റൂ. ഷൂട്ടിങ്ങിന് എന്തെങ്കിലും ഭാഗമാണെങ്കിൽ പപ്പയുടെ നിർബന്ധം പിടിക്കുമായിരുന്നു. പക്ഷെ വാവച്ചിനൊന്നും അങ്ങനെ എനിക്കൊന്നും നിർബന്ധം. ഞാൻ പലപ്പോഴും പറയലുണ്ട്, വാവച്ചി പറയും സജിന്റെ സ്വഭാവം അത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ സ്ക്രൂ ചെയ്യണം. എന്നാ ഞാൻ ഓക്കെ, എന്തിനും വില്ലിങ്ങ. ഒരു പ്രാവശ്യം പറഞ്ഞ ഞാൻ അന്ന പൊട്ട വിട്ട്. നിർബന്ധമില്ല, ഒന്നിനും വാശി ശാട്ടിയൊന്നും ഇല്ലല്ലേ. പാടും അല്ലേ? ഞാനോ ബാത്റൂം സിംഗറാ? പാടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ പാടും. നോക്കട്ടെ, നോക്കട്ടെ. പാടൂ പാടൂ ആണോ? പാടി കേൾപ്പിച്ചിട്ടുണ്ടോ? വാവച്ചി അല്ല, സജിത പാടുവോ? എല്ലാരും പറഞ്ഞു ഭയങ്കര ഭാഗ്യാണ് ഷമാസിന് സജിനെ പോലെ പെൺകുട്ടി കിട്ടിയത്, പാട്ടൊക്കെ പാടിക്കുന്നൊക്കെ പറഞ്ഞ ഡെയിലി ആകെ ഉറക്കില്ല. ഉമ്മട് പറയലുണ്ട് എപ്പോഴും ഞാൻ പാട്ട് പാടും. ഉമ്മ കുറെ പഴയ കത്തുപാട്ടൊക്കെ പാടും, തലശ്ശേരിയില്ല, നമുക്കൊന്നും മനസ്സിലാവത്തേ ഇല്ല. ഞാൻ പാട്ട് പാടും അല്ലേ? അതെ, ഒന്ന് പാടിക്കേ കേക്കട്ടെ. ആപ്കീ നസറോं ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गए मंजिल मुझे, आपकी नजरों ने समझा, जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा परवर शुक्रिया, हंस के तेरी जिंदगी में कर लिया शामिल मुझे, दिन की धड़कन ठहर जा, मिल गए मंजिल मुझे, आपकी नजरों ने समझा.
എനിക്ക് വയ്യ. ഇങ്ങനെയാണോ വീട്ടിലെല്ലാ പാട്ടും പാടിക്കൊടുക്കുന്നത്? അങ്ങനെയല്ല, ചില പാട്ടുകളിലൊക്കെ ഇങ്ങനെ വാച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടുമെങ്കിൽ. അല്ല വാച്ചി, സന്തോഷം സരിത. ജീവിതം ഇങ്ങനെ എപ്പോഴും ചിരിയും കളിയും സന്തോഷം നിറഞ്ഞതായി. ഞാൻ ചുമ്മാ കളിയാക്കി പറഞ്ഞതാട്ടോ. എന്താ കൊറേ നേരം അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. ഷമാസ് പാവം കുട്ടിയാണ്, നന്നായിട്ട് നോക്കൂ. ജീവിതം മനോഹരമായിട്ട് ഇങ്ങനെ പോട്ടെ. താങ്ക് യു. നാവ് പൊന്നാവട്ടെ.